അഹമ്മദാബാദിൽ ഒരു വിമാന ദുരന്തം. കുറേ പേർക്ക് അപകടം പറ്റി, കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മർദ്ദം ക്രമീകരിച്ച ഒരു അലുമിനിയം കുഴൽ, അതിനുള്ളിലേക്ക് നൂറുകണക്കിന് മനുഷ്യരിങ്ങനെ അടിങ്ങിയിരിക്കുന്നു. കത്താൻ സാധ്യതയുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ധനം, സങ്കീർണമായ യന്ത്രങ്ങൾ, ഇതെല്ലാം മണിക്കൂറിൽ 800-900 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചരിക്കുന്ന സ്ഥലത്ത് വായു ശ്വാസമെടുക്കാൻ പോലും തികയാത്ത രീതിയിലാണ് ഉള്ളത്. താപനില -56°C വരെ താഴാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കുലുക്ക വിമാനത്തിൽ കയറുമ്പോൾ വന്നു എന്ന് വിചാരിക്കുക. ഒരു നിമിഷത്തേക്ക് ഒരല്പം നീണ്ടു നിന്നാൽ നമ്മുടെ വയറ്റിലൊരു ആളലുണ്ടാവും. എന്നിട്ട് ആ ഒരു നിമിഷത്തിൽ നമ്മുടെ തലച്ചോറ് ഒരു സിഗ്നൽ അയക്കും. വളരെ പുരാതനമായി ഭൂമിയിൽ ജീവിച്ച് ശീലിച്ച വളരെ പ്രാകൃതനായിരുന്ന മനുഷ്യൻ്റെ തലച്ചോറ് ചോദിക്കുന്ന അതേ ഒരു ചോദ്യം, ഒരു പക്ഷേ. ഈ ഒരു പക്ഷേ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അത്ഭുതത്തിൻ്റെ പ്രവർത്തനം നിലച്ചാലോ, ഈ പറയുന്ന നമ്മുടെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടാലോ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. വളരെ വേഗത്തിൽ, വളരെ അടുത്തേക്ക് ഭൂമി നമ്മുടെ അടുത്തേക്ക് ആ വിമാനത്തിലേക്ക് വന്ന ഇതൊക്കെ നമ്മൾ പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്തിപ്പോൾ സംഭവിച്ചതിൻ്റെ ദുരന്തം നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ സങ്കല്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചുകൊണ്ടാണ് വിമാനത്തിൽ കയറുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ സംഖ്യയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഉള്ളിലുള്ളൊരു ഭയം ഉണ്ടല്ലോ, ഒരു ചെറിയ ഉത്കണ്ഠ, അത് കണക്കുകൾ പ്രകാരം എത്രത്തോളം യുക്തിപരമാണ്? ഒരു വാണിജ്യ വിമാന അപകടത്തിൽ ഒരാൾ മരിക്കാനുള്ള സാധ്യത ഏകദേശം 1,10,00,000 ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അത് 2,90,00,000 പറയുന്ന പഠനങ്ങൾ വരെയുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറയാം, നിങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കാനോ, നിങ്ങൾ കട്ടിൽ നിന്ന് വീണ് മരിക്കാനോ, അല്ലെങ്കിൽ എടുത്ത ലോട്ടറി അടിക്കാനോ ഒക്കെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ ഈ കണക്കുകൾ നമ്മളെ അമ്പരപ്പിക്കും. ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,00,000-ലധികം ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളാണ് ഓരോ ദിവസവും പറന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ ഡാറ്റ ഗൂഗിളിൽ നോക്കാൻ പറ്റും. അതായത് ഓരോ സെക്കൻഡിലും ഒരു വിമാനം പറന്നുയരുകയോ ലാൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇല്ലാത്ത സമയം, അതായത് കോവിഡ് പോലെയുള്ള വിഷയങ്ങളില്ലാത്ത ഒരു ശരാശരി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണലായിട്ട് ആഭ്യന്തരമായിട്ട് വിമാന കമ്പനികൾ പ്രതിദിനം ഏകദേശം 4,50,000 ആളുകളെ 3,000 വിമാനങ്ങളിലായിട്ട് പലതവണ പറന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. സത്യത്തിൽ ഇതൊരു വലിയ നഗരത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അവരെല്ലാവരും ദിവസവും ആകാശത്തേക്ക് ആളുകളെ എടുത്തുയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് താഴെ ഇറക്കുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ ഇത്രയധികം സുരക്ഷിതമാണെങ്കിൽ എന്തുകൊണ്ടാണ് വിമാന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വിമാനയാത്ര അത്ര സുരക്ഷിതമല്ലല്ലോ എന്നൊരു പേടി തോന്നുക? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഒരുപാട് പേർക്ക്. കാര്യം ഇതാണ്, നമ്മുടെ തലച്ചോറൊരു കണക്ക് മാഷൊന്നുമല്ല. സത്യത്തിൽ അതൊരു സ്റ്റോറി ടെല്ലറാണ്, ഒരു കഥാകാരനാണ്. ലക്ഷക്കണക്കിന് ആളുകളെ സുരക്ഷിതമായിട്ട് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്ന കഥകൾക്കൊരു രസമില്ല. പക്ഷേ ഒരൊറ്റ ദുരന്തത്തിൻ്റെ കഥ വന്നു കഴിഞ്ഞാൽ ആ കഥയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന പ്രതിഭാസം എന്ന് പറയുന്നത്. കൂടുതൽ നാടകീയവും ഡ്രമാറ്റിക്കും ഓർമ്മയിൽ നിലനിൽക്കുന്നതും എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതുമായ സംഭവങ്ങളുടെ സാധ്യതയാണ് നമ്മൾ കൂടുതലായിട്ടും പെട്ടെന്ന് കണക്കാക്കുന്നത്. ഒരു വിമാന ദുരന്തം എന്ന് പറയുന്നത് ഈ പ്രതിഭാസത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാൻ പറയാം, കൊറോണ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒരു വിമാനത്താവളത്തിലൊരു അപകടം ഉണ്ടായില്ലേ? അത് ഏത് വിമാനത്താവളമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ സമയത്തെ ന്യൂസ് റിപ്പോർട്ടിൻ്റെ വിഷ്വൽസും പത്ര കട്ടിങ്സും ഒക്കെ ഓർമ്മ വന്നില്ലേ? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. എന്നാൽ നമുക്ക് ആ ഒരു കഥയെ തന്നെ ഫോളോ ചെയ്താലോ? പേടിയോടുകൂടിയല്ല, ക്യൂരിയോസിറ്റിയോടുകൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പക്ഷേ എന്ന് പറഞ്ഞ ചിന്തയില്ലേ, അത് 35,000 അടി ഉയരത്തിൽ അല്ലെങ്കിൽ ഒരു 10-11 കിലോമീറ്റർ ഉയരത്തിൽ പോകുന്ന ഒരു വിമാനത്തിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ സാഹചര്യങ്ങളെ ഓർത്തെടുക്കാം. ആദ്യം ക്ലാസിക്കായൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ വിമാനത്തിലുള്ള ആളുകൾക്ക് പാരഷൂട്ട് കൊടുക്കാത്തത്? ഒരുപാട് ആളുകൾക്ക് പാരഷൂട്ട് ഉണ്ടാക്കാനുള്ള പ്രയാസമാണോ എന്ന് ചോദിച്ചാൽ അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഉത്തരമല്ല. വിമാനം താഴേക്ക് എന്തെങ്കിലും കാരണവശാൽ പതിക്കുകയോ തീപിടിക്കുകയോ ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പാക്ക് എടുക്കുന്നു, നമ്മുടെ തോളിൽ നമ്മൾ കെട്ടിയിടുന്നു, എന്നിട്ട് വാതിൽ തുറക്കുന്നു, പുറത്തേക്ക് ചാടുന്നു, പ്രശ്നം തീർന്നു. പക്ഷേ അങ്ങനെയല്ല, സയൻറ്റിഫിക്കലി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. സത്യത്തിൽ നിങ്ങൾ എവിടെയാണ് പറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 11 കിലോമീറ്റർ അല്ലെങ്കിൽ 35,000 അടി ഉയരമെന്ന് പറയുമ്പോൾ അവിടെയുള്ള വായു ശ്വാസമെടുക്കാൻ പറ്റാത്തത്ര നേർത്തതാണ്. വിമാനത്തിനകത്ത് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഡോറങ്ങനെ തുറന്നു എന്ന് വിചാരിക്കുക, അവിടെയുള്ള തണുപ്പെന്ന് പറയുന്നത് അന്റാർട്ടിക്കയേക്കാൾ കൂടുതലാണ്. ഓക്സിജൻ സിലിണ്ടറും പ്രത്യേകതരം വസ്ത്രങ്ങളും ഇല്ലാതെ നമുക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ 30 സെക്കൻഡിൽ കൂടുതൽ ബോധത്തോടു കൂടി അതിജീവിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത്രത്തോളം തണുപ്പാണ് വിമാനം പറക്കുന്ന സ്ഥലത്തുള്ളത്. അടുത്തത്, ഇവിടെ നമ്മുടെ വേഗത എത്രയാണ്? മണിക്കൂറിൽ ഏകദേശം 800 കിലോമീറ്റർ. ആ സമയത്ത് ഒരു വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ നമ്മൾ കാറി ചെന്ന് ഇറങ്ങുന്ന പോലെയാണ്. കാറ്റഗറി 5 ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് നമ്മൾ ഇറങ്ങി നടന്നാൽ എന്ത് സംഭവിക്കും? അത്രയും ഭീകരമായ കാറ്റാണ്. ഒന്നുകിൽ നമ്മുടെ പാരച്യൂട്ടിനെ അത് വലിച്ചുകൊണ്ടുപോകും, അതിനോടൊപ്പം തന്നെ നമുക്ക് മാരകമായിട്ടുള്ള പരിക്കുകൾ സംഭവിക്കുകയും ചെയ്യും.
പിന്നീടുള്ളത് വാതിലുകളുടെ കാര്യമാണ്. വെറിറ്റാസിയം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഡെറിക് മുള്ളർ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിമാനങ്ങളുടെ വാതിലിന് കുറ്റിയില്ലാത്തത്, ലോക്കില്ലാത്തത്? അതിനൊരു റീസൺ ഉണ്ട്. നിങ്ങൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും, നായകൻ ഇങ്ങനെ അതിവേഗത്തിൽ പറക്കുന്ന വിമാനത്തിൻ്റെ ലിവർ ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ വാതിൽ പുറത്തേക്ക് തുറന്നിട്ട് സാധനങ്ങളൊക്കെ തെറിച്ചു പോവും, അല്ലെങ്കിൽ നായകൻ എടുത്ത് ചാടും. പക്ഷേ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ ക്യാബിനിൽ ആർട്ടിഫിഷ്യലി മർദ്ദം ക്രമീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മർദ്ദം എഞ്ചിനിൽ നിന്നൊക്കെ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല, അകത്തെ വായു ഇങ്ങനെ ക്രമീകരിക്കുന്ന സമയത്ത് അത് ഹൈ പ്രഷർ വായുവാണ്. പുറത്തെ അപേക്ഷിച്ച് വളരെ ശക്തമായ രീതിയിൽ വായുമർദ്ദം അതിനകത്തുണ്ട്. നമ്മൾ കരയിൽ നിൽക്കുന്നത് പോലെയല്ല ഹൈറ്റിലുള്ള വായുവിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഈ ക്യാബിൻ്റെ അകത്തുള്ള വായു പുറത്തേക്ക് ഇങ്ങനെ ഈ ക്യാബിൻ്റെ സൈഡുകളിലൂടെ ഫ്യൂസിലേജ് കൂടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡോറിനെയും 10 കണക്കിന് കിലോഗ്രാം ഭാരം വെച്ച് ഇതിങ്ങനെ തള്ളി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഇതിനെ വലിച്ചു തുറക്കാനൊന്നും പറ്റില്ല. സൂപ്പർ ഹീറോ പവേഴ്സ് നമുക്കതിന് വേണ്ടി വരും. ഇനി കുറച്ചുകൂടെ മനുഷ്യത്വപരമായി നോക്കിക്കഴിഞ്ഞാൽ, വിമാനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്നറിയുമ്പോൾ നമ്മൾ എന്തോരം ബഹളം വയ്ക്കുമായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും ബഹളമൊക്കെ ഉണ്ടാവാറില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും പാരച്യൂട്ട് ഉപയോഗിക്കാത്ത ഒരാൾ പരിഭ്രാന്തരായി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഈ ഉപകരണം ശരിയായി ധരിച്ചിട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ശാന്തരായി ആത്മവിശ്വാസത്തോടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം നിർണായകമാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു കഴിവ്, അതായത് ഭയത്തെ അതിജീവിച്ച് വ്യക്തമായി സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്കുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ കണ്ടെത്തലുകളെ ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് എന്നൊരു കോഴ്സായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആശയങ്ങൾ ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ശരി, നമുക്ക് വിമാനത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. സോ അപ്പോൾ പുറത്തേക്ക് ചാടാൻ കഴിയില്ലെങ്കിൽ വിമാനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ എക്കാലത്തെയുമുള്ള ഒരു വലിയ സംവാദത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു അപകടം പറ്റുമ്പോൾ വിമാനത്തിനകത്തുള്ള ഏത് സീറ്റാണ് ഏറ്റവും സുരക്ഷിതം? പതിറ്റാണ്ടുകളായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു പഠനങ്ങൾ നടക്കുന്നുണ്ട്. പലരും പറഞ്ഞിട്ടുള്ളതും പല പഠനങ്ങളും പറയുന്നതും ഒരു വിമാന അപകടത്തിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് എന്നൊന്നില്ല എന്നതാണ്. ഒരു തരത്തിൽ അത് ശരിയാണ്. കാരണം വിമാനത്തിനുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിലുണ്ട്. മുൻഭാഗം ഇടിച്ചിറങ്ങാറുണ്ട്, വെള്ളത്തിലിടിച്ചിറങ്ങാറുണ്ട്, മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാറുണ്ട്, പിൻഭാഗം ഇടിച്ചിറങ്ങാറുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തെ സീറ്റ് നല്ലതാണെന്ന് പറയുക? പക്ഷേ ഒരുപാട് കേസ് സ്റ്റഡീസും ഡാറ്റ ജേർണലിസ്റ്റുകളുടെ പഠനവും സുരക്ഷാ ഗവേഷണവും ഒക്കെ നോക്കി അപകട വിവരങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ടൈം മാഗസിനിൽ 2015 നടത്തിയ ഒരു പഠനപ്രകാരം 35 വർഷത്തെ അപകട വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. വിമാനത്തിൻ്റെ പിൻഭാഗത്തെ 1/3 സീറ്റുകളിലാണ് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 32%. വിമാനത്തിൻ്റെ മധ്യഭാഗത്ത് 39%, മുൻഭാഗത്ത് 38%-മാണ് മരണനിരക്ക്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ വിമാനത്തിലെ ഏറ്റവും പിന്നിലെ നടുവിലുള്ള സീറ്റുകളിലാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ളത്. അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് 28% മാത്രമേ മരണനിരക്കുള്ളൂ. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. സാധാരണയായി ഇടിക്കുന്ന സമയത്തുള്ള ആഘാതം സംഭവിക്കുന്നത് പലപ്പോഴും മുൻഭാഗത്ത് നിന്നാണെങ്കിൽ അവിടെയാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മുൻഭാഗത്ത് നിന്ന് ഒരുപാട് അകലെയാണ്. കൂടാതെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് സീറ്റുകളും മറ്റ് വസ്തുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ വിമാനത്തിൻ്റെ ഘടന അനുസരിച്ച് ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് നമ്മളുടെ പിറകു ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സാധനങ്ങളിലെല്ലാം ഇടി ഉണ്ടായിട്ട് ആ ഇടിയുടെ ആഘാതത്തെ വലിച്ചെടുക്കും. നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ശക്തി കുറച്ചൊക്കെ കുറയും. അതോടെ നിങ്ങൾ പിൻവശത്ത് അപകടം കുറഞ്ഞാൽ പോലും എക്സിറ്റ് വാതിലുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പുറത്തെത്തുകയും ചെയ്യും. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങളുടെ ഒരു സ്ഥിതിഗതികൾ മാറുന്നത്. ഈ ഇടിച്ചിട്ടുണ്ടാകുന്ന ആഘാതത്തെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് പിന്നിലെ സീറ്റുകളാണെങ്കിലും അപകടത്തിന് ശേഷം രക്ഷപ്പെടുന്നത് പലപ്പോഴും തകർന്ന വിമാനത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതിൻ്റെ വേഗതയെ ആശ്രയിച്ചിരിക്കും. ഗ്രീൻവിച്ച് സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ ഉപയോഗയോഗ്യമായ ഒരു എക്സിറ്റിൻ്റെ 5 വരികൾക്കുള്ളിൽ, എക്സിറ്റ് ഡോറിൻ്റെ 5 വരികൾക്കുള്ളിൽ ഇരിക്കുന്ന യാത്രക്കാർക്കാണ് രക്ഷപ്പെടാൻ കാര്യമായിട്ടുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നിലെ സീറ്റ് നല്ലതാണ്. അതിൽ തന്നെ ഒരു എക്സിറ്റിനടുത്തുള്ള ഒരു സീറ്റാണ് കൂടുതൽ സുരക്ഷിതം എന്നാണ് പറയുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാം. സിനിമകളിലേക്ക് കാണുന്നത് പോലെയുള്ള ഒന്ന്. പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ മേൽക്കൂര പൊളിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ വിമാനം ആകാശത്ത് വെച്ച് മേൽക്കൂര പോയിട്ട് തുറന്നു വന്നാൽ എന്ത് സംഭവിക്കും? ഇതാണ് അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243. 1988 ഹവായ് ദ്വീപുകൾക്കിടയിൽ പറക്കുമ്പോൾ 24,000 അടി ഉയരത്തിൽ വെച്ച്
ക്യാബിനിൻ്റെ മേൽക്കൂര 18 അടി നീളമുള്ള ഒരു വലിയ ഭാഗത്തോടു കൂടി അടർന്നുപോയി. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതിനെ എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ടേം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം ഒരു ബലൂണാണ് എന്ന് സങ്കല്പിക്കുക. ക്യാബിനുള്ളിലെ വായു നിങ്ങളുടെ ശരീരത്തിൽ പുറത്തു നിന്ന് അകത്തേക്ക് ഒരു മർദ്ദം ചെലുത്തുന്നുണ്ട്. ക്യാബിൻ്റെ ഭിത്തികൾ അകത്തേക്ക് മർദ്ദം ചെലുത്തി നമ്മളെ ഒരു സ്റ്റെബിലിറ്റിയിലാണ് അതിനകത്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇതിൻ്റെ ഭിത്തികളിൽ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ക്യാബിനുള്ളിലെയും നമ്മുടെ ഉള്ളിലെയും വായു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശക്തിയോടെ പുറത്തേക്ക് ശൂന്യതയിലേക്ക് കുതിച്ചു പായും. നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടില്ലേ, സ്പേസ് സ്റ്റേഷനിലെ ഡോറൊക്കെ അപ്രതീക്ഷിതമായിട്ട് തുറക്കുകയോ അല്ലെങ്കിൽ സിനിമകളിൽ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്പ്ലോസീവൊക്കെ വന്ന് വിമാനത്തിൻ്റെ സൈഡ് പൊട്ടിത്തെറിച്ച ആളുകൾ ഉൾപ്പെടെ പുറത്തേക്ക് ഷൂ എന്ന് പറഞ്ഞ് തെറിച്ചു പോവില്ലേ, അതാണ് ഈ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വായുവിൻ്റെ ഈർപ്പം ഘനീഭവിക്കുന്നത് കൊണ്ട് ക്യാബിൻ്റെ ഉള്ളിൽ മൂടൽ മഞ്ഞുകൊണ്ട് നിറയും. കാറ്റിൻ്റെ ശബ്ദം ചെവി തുളയ്ക്കുന്നതായിരിക്കും. അവശിഷ്ടങ്ങൾ എല്ലായിടത്തും പറന്നു കിടക്കും. ഇത് തികച്ചും ഭ്രാന്തമായൊരവസ്ഥയാണ് സൃഷ്ടിക്കുക. ഫ്ലൈറ്റ് 243 ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ദാരുണമായിട്ട് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയി. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു. പക്ഷേ അമ്പരപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായി. ഈ തുറന്ന ജെറ്റ് വിമാനം പറത്തിയ പൈലറ്റുമാരുടെ ഒരു മാനസിക നിയന്ത്രണം കൊണ്ട് ഭയാനകരമായിട്ടുള്ള ആ സിറ്റുവേഷനിൽ 13 മിനിറ്റുകൾ അവർ പറത്തിയതിന് ശേഷം വിമാനത്തെ സുരക്ഷിതമായിട്ടൊരു എയർപോർട്ടിലേക്ക് ഇറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 95 പേരിൽ 94 പേരും രക്ഷപ്പെട്ടു. ആ ഒരാൾ മാത്രം പറന്നുപോയി. ഈ സംഭവം ഭയങ്കര ക്രിട്ടിക്കലാണ്, ഭയങ്കര ഭയാനകരമാണ്. പക്ഷേ ഇതിൽ നിന്ന് 2 കാര്യങ്ങൾക്കുള്ള തെളിവുണ്ട്. പൈലറ്റുമാരുടെ അവിശ്വസനീയമായ കഴിവും പരിശീലനവും മാനസിക സാഹചര്യവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ വിമാനം അടിസ്ഥാനപരമായിട്ട് പറക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ന വസ്തുതയുമുണ്ട്. സോ അതിനെ കൂടുതൽ മനസ്സിലാക്കി ആവശ്യത്തിലധികം സംവിധാനങ്ങളോട് കൂടിയാണ് വിമാനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പല എഞ്ചിനീയറിംഗ് മോഡലുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ സ്വിസ് ചീസ് മോഡൽ എന്ന് പറയും. സ്വിസ് ചീസ് എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഹോളുകളുള്ള ബ്രെഡായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ അത്രയ്ക്ക് ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷേ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഈ സ്വിസ് ചീസ് മോഡൽ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. ഏവിയേഷൻ സുരക്ഷയുടെ ഓരോ ലെയറും സ്വിസ് ചീസിൻ്റെ ഓരോ കഷ്ണം പോലെയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വിമാനത്തിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, പൈലറ്റുമാരുടെ പരിശീലനം, എയർ ട്രാഫിക് കൺട്രോൾ, കാലാവസ്ഥാ പ്രവചനം, എയർലൈൻ നിയമങ്ങൾ എന്നിങ്ങനെ പല പാളികളായിട്ട് ഓരോ സിസ്റ്റ്യൂസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓരോ പാളിക്കും അതിൻ്റേതായിട്ടുള്ള ഹോളുകളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. മെക്കാനിക്ക് ചെയ്ത എന്തെങ്കിലും പിഴവോ അല്ലെങ്കിൽ പൈലറ്റ് പ്രീ ഫ്ലൈറ്റ് പരിശോധന നടത്തുമ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നമൊക്കെ തന്നെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വലിയ ദുരന്തത്തിലേക്ക് കാരണമാകും. പക്ഷേ നമ്മുടെ ആഗോള വ്യോമയാന സംവിധാനം മുഴുവൻ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് പതിറ്റാണ്ടുകൾ നടത്തിയ റിസർച്ചുകളുടെ ഫലമായിട്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കൂടുതൽ സുരക്ഷാ പാളികൾ വ്യോമയാന രംഗത്ത് കൊണ്ടുവന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വിമാനത്തിലെ ഒരു എഞ്ചിൻ തകരാറിലായാലും യാതൊരു കുഴപ്പവുമില്ലാതെ അതിന് പറക്കാൻ സാധിക്കും. ETOPS സർട്ടിഫിക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഒരു ഇരട്ട എഞ്ചിൻ വിമാനത്തിന് ഒരു എഞ്ചിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ എത്ര മണിക്കൂറുകൾ സുരക്ഷിതമായി പറക്കാൻ കഴിയുമെന്നുള്ള ഒരു റേറ്റിംഗ് ആണ്. ചില വിമാനങ്ങൾക്ക് ഒരു എഞ്ചിൻ കംപ്ലൈൻ്റ് ആയാലും 5 മണിക്കൂറിൽ കൂടുതൽ സുരക്ഷിതമായി ഇങ്ങനെ പറന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിരിക്കുന്ന വിമാനങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പർട്ടിക്കുലർ വിമാനത്തിന് ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്തുള്ള ആരും അത് അറിയാറില്ല. കാരണം വിമാനത്തിൻ്റെ ആ ഒരു ബോഡി, മെറ്റൽ ബോഡി ഒരു ഫാരഡേ കേജ് പോലെ പ്രവർത്തിച്ചിട്ട് വന്ന് വീഴുന്ന മിന്നലിൻ്റെ വൈദ്യുതിയെ വിമാനത്തിൻ്റെ പുറത്തുകൂടി കടത്തിവിട്ട് വാലിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. അതിന് കൃത്യമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഇനി വിമാനത്തിലൊരു പക്ഷി ഇടിച്ചാലോ അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. കാരണം വിമാനത്തിൻ്റെ വേഗത വെച്ചൊരു പക്ഷി ഇടിച്ചാൽ അത് ഭയങ്കര അപകടമാണെന്ന് മാത്രമല്ല, എഞ്ചിനിലാണ് ഇടിക്കണമെങ്കിൽ തീ പിടിക്കും. ക്യാപ്റ്റൻ സള്ളി സള്ളൻബർഗയുടെ ഒരു സംഭവമുണ്ട്. അതായത് അതിനെ ഹഡ്സണിലെ അത്ഭുതം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കൂട്ടം വാത്തകൾ ഒരു വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിലും വന്നിടിച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കി മാറ്റുകയും അതിനുശേഷം ഈ വിമാനത്തെ സുരക്ഷിതമായിട്ടൊരു നദിയിൽ കൊണ്ട് ഇറക്കുകയും ചെയ്തൊരു സംഭവമാണ്. ഈ സള്ളി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ടോം ഹാങ്ക്സിൻ്റെ ഒരു സിനിമയുണ്ട്. നിങ്ങളത് കണ്ടു നോക്കിയാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വർഷവും വിമാനത്തിൻ്റെ പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം. സോ വിമാനമുണ്ടാക്കി എഞ്ചിനുകൾ പരീക്ഷിക്കുന്ന സമയത്തുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ചിക്കൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിമാന എഞ്ചിനിലേക്ക് മരവിപ്പിച്ച കോഴികളെ എടുത്തെറിയും. ഇത് ചെന്ന് ജെറ്റ് എഞ്ചിനുകളിൽ ഇടിക്കും. ഇടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കും. അങ്ങനെ പല രീതിയിൽ എഞ്ചിൻ്റെ സുരക്ഷിതത്വം പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു അപകടത്തിൻ്റെ സാധ്യത കൂട്ടും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ലാൻഡിങ്ങിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ലാൻഡിങ് ഗിയർ താഴേക്ക് വന്നില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇവിടുന്ന് ചെന്നൈയിലൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അതിൻ്റെ ലൈറ്റുകൾ ഡിം ചെയ്യുന്നത് എന്നുള്ളതാണ്.
അത് ഈ പവർ കൺസംഷൻ സേവ് ചെയ്യാനാണോ? അതായത് പൊങ്ങുന്ന സമയത്ത് ഒരുപാട് വൈദ്യുതി വേണം, അപ്പോൾ നമ്മൾ ലൈറ്റ് അണച്ചിട്ട് വൈദ്യുതി സേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ചെയ്യുന്നതോ ആണോ? അല്ല. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ കണ്ണുകൾ പുറത്തെ വെളിച്ചവുമായിട്ട് പൊരുത്തപ്പെടാനും ജീവനക്കാർക്കും യാത്രക്കാർക്കും എക്സിറ്റുകൾക്ക് സമീപം തീപിടുത്തമോ മറ്റെന്തെങ്കിലും സംഭവമോ ഉണ്ടായാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ ഡിം ചെയ്യുന്നത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അടുത്ത സാധനമാണ് ബ്ലാക്ക് ബോക്സ്. യഥാർത്ഥത്തിൽ തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി കടും ഓറഞ്ച് നിറത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് ബ്ലാക്ക് ബോക്സ്. അത് മറ്റൊരു സേഫ്റ്റി ലെയറാണ്. 100 കണക്കിന് ഫ്ലൈറ്റ് വിവരങ്ങളും കോക്പിറ്റിലുള്ള എല്ലാ സംഭാഷണങ്ങളും അതിലെ പല മെഷീൻസുകളുടെ ഡാറ്റയും ഒക്കെ തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിന് തൊട്ട് മുമ്പുള്ള സകല കാര്യങ്ങളും സുരക്ഷിതമായിട്ട് പൊട്ടിത്തെറിച്ച് വീണാൽ കിട്ടുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അത് സത്യത്തിൽ ഈ തകർന്നു വീണ വിമാനത്തെ രക്ഷിക്കാനായിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അതിനകത്തുള്ള ഡാറ്റകൾ പഠിച്ചതിന് ശേഷം ഈ പർട്ടിക്കുലർ വിമാനത്തിനുണ്ടായ അപകടം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കേട്ടതുപോലുള്ള വിമാന ദുരന്തങ്ങളെക്കുറിച്ച് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവുകയും വിമാനത്തിൽ കയറാൻ ഭയം തോന്നുകയും ചെയ്യാൻ എന്തായിരിക്കാം കാരണം? എനിക്ക് തോന്നുന്നു അത് നമുക്ക് നിയന്ത്രണമില്ലാത്തൊരു കാര്യമാണ് വിമാനം എന്നുള്ള പേടിയാണ്. സപ്പോസ് നമ്മളോ നമുക്ക് പ്രിയപ്പെട്ട ഒരാളോ കാർ ഓടിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പേടി തോന്നാറില്ല. കാരണം അതിനൊരു നിയന്ത്രണമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഒരാളിൽ നിയന്ത്രണമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നിയന്ത്രണമുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കൈകൾ സ്റ്റിയറിങ്ങിലാണ്. വണ്ടി എപ്പം നിർത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും. എന്നാൽ ഒരു വിമാനത്തിൽ നമ്മൾ കയറുമ്പോൾ അത് നമ്മൾ വെറും യാത്രക്കാരനായിട്ടാണ് കയറുന്നത്. നമ്മുടെ വിധി പൈലറ്റുമാരുടെ കയ്യിലും വിമാനം നിർമ്മിച്ച എഞ്ചിനീയർമാരുടെ കയ്യിലും അത് സർവീസ് ചെയ്യുന്ന മെക്കാനിക്കുകളുടെ കയ്യിലും അതിനെ നയിക്കുന്ന അല്ലെങ്കിൽ വിമാനത്തെ സുരക്ഷിതമായിട്ട് പോകാനായിട്ട് സഹായിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കയ്യിലുമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, നമുക്കൊരു പിടുത്തമില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കിതിനെ ഒരു ഭയമായിട്ട് തോന്നുന്നത്. സോ വിമാനത്തിൽ കയറുക എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. വാണിജ്യ വ്യോമയാനം ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യന്മാരെല്ലാം കൂടി ചെയ്യുന്ന ഏറ്റവും വലിയ കൂട്ടായ ഒരു വിശ്വാസ പ്രകടനമാണ്. അത് ഒരാളല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് നിർമ്മിച്ചൊരു വലിയ സംവിധാനമാണ്. സോ അടുത്ത തവണ നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ അതിനൊരു കുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, ജീവിതത്തിൽ ആത്മവിശ്വാസത്തോട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തില്ല. അത് ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ്സാണ്. ആ കോഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്ന കോഴ്സിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ ഇറക്കിയിരിക്കുന്നതാണ്. ആദ്യമേ അതിൽ അംഗങ്ങളാകുന്നവർക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്ത് പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ സാധിക്കും. ഈ ഒരു വിമാന ദുരന്തത്തിൽ അപകടം സംഭവിച്ച എല്ലാവർക്കും ഒരു അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ